കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ കുട്ടിയെ ആന്ധ്ര ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിട്ടുണ്ട്. റെയിൽവേ പോലീസാണ് കുട്ടിയെ കൈമാറിയത്. കേരള പോലീസ് എത്തും വരെ കുട്ടി ഇവിടെയായിരിക്കും തുടരുക. കഴക്കൂട്ടം വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതേസമയം കുട്ടിയുമായി സംസാരിച്ചതായും കുട്ടി എത്തിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമെന്നും കുട്ടിയുടെ അമ്മയും പ്രതികരിച്ചു. अच्छा लगा, फुर्ती लगा। इधर का पुलिस है, मीडिया लोग है, सब लोग है, इधर के पब्लिक लोग सब अच्छा है। ज्यादा हेल्प किया, सब ज्यादा हेल्प किया, लेकिन मेरा बच्चा तो मिल गया, इसलिए मैं केरलियन आदमी को बहुत धन्यवाद है। थैंक यू। अच्छा है तो मेरा बेटी मिल गया। घर से चोर क्यों गया और मैं पूछा अम्मा तुम डट रहा हो इसलिए, और कुछ नहीं। अब क्या बोले? मैं बोला तो तुम मेरा बेटी है, मैं तो माँ हूँ, मैं तो डांटेगा, बदमाशी करेगा तो डांटेगा, इसलिए गोश्त छोड़ देता क्यों? नहीं ऐसा नहीं बोला। बेटा बाहर जाएगा तो इज्जत नहीं जाएगा, बेटी जाएगा तो मान सम्मान जाएगा ना, इसलिए। ശാലിനി വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശാലിനി, കുട്ടി എന്തായാലും സുരക്ഷിതയാണ് എന്നുള്ള റിപ്പോർട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു. നാളെ രാവിലെയോടെയായിരിക്കും കേരള പോലീസ് സംഘം അവിടെ എത്തുക എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുമോ കുട്ടിയെ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടെ നിന്നുള്ള സംഘം, അതായത് കഴക്കൂട്ടം സ്റ്റേഷൻ വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവർ വിശാഖപട്ടണത്ത് എത്തിയാൽ ഉടൻ തന്നെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം തന്നെ കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കേരള പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി ഏകദേശം 37 മണിക്കൂറിന് ശേഷമാണ് അസാം സ്വദേശിയായ 13 വയസ്സുകാരിയെ കണ്ടെത്തിയത്. അതിനുശേഷമാണ് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം ആരംഭിച്ചിട്ടുമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ കുട്ടി RPF ഉദ്യോഗസ്ഥരിൽ നിന്നും ആന്ധ്രയിലെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ചൈൽഡ് ലൈന് കൈമാറുമെന്ന് നേരത്തെ തന്നെ RPF അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കേരള പോലീസ് എത്തുന്നത് വരെ പെൺകുട്ടിയെ സുരക്ഷിതമായി അവിടെ താമസിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയുമായിരുന്നു. ഇനിയിപ്പോൾ കേരള പോലീസ് അവിടെ എത്തിയതിനു ശേഷം നിയമ നടപടികൾ പൂർത്തിയാക്കുന്നു. അതിനുശേഷം പെൺകുട്ടിയെ ഏറ്റുവാങ്ങിയതിനു ശേഷം വിമാനമാർഗമായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ സംഘം തിരികെ എത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ കാര്യമായ വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഈ പെൺകുട്ടിയുടെ മറ്റ് വിവരങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകളോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ട്രെയിൻ മാർഗം തന്നെയായിരിക്കും തിരികെ ഈ സംഘം കേരളത്തിലേക്ക് എത്തുക. അതാണെങ്കിൽ തന്നെ നാളെ വൈകിട്ടോടോ അല്ലെങ്കിൽ മറ്റന്നാൾ പുലർച്ചയോടുകൂടി മാത്രമേ കേരളത്തിലേക്ക് കഴക്കൂട്ടത്തേക്ക് ആ സംഘം എത്തൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതിനുശേഷം ചൈൽഡ് ലൈനിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും ഒക്കെ തന്നെ കൗൺസിലിംഗ് അടക്കം ഈ കുട്ടിക്ക് നൽകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത്, അതിന്റെ മാനസിക നില എത്രത്തോളം പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരത്തിൽ അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, ചെറിയ കുട്ടികളോട് അമിതമായ സ്നേഹം കാണിക്കുന്നതാണോ ഈ പെൺകുട്ടി ഇത്തരത്തിൽ പെരുമാറാൻ കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം മുതൽ ഈ കുടുംബം പറയുന്ന കാര്യങ്ങളും പോലീസ് കണ്ടെത്തുന്ന വിവരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പല അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട്. ചില ആശയക്കുഴപ്പങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവർ പറഞ്ഞത് ഈ കുട്ടിയുടെ മൂത്ത സഹോദരൻ ചെന്നൈയിലുണ്ട് എന്നുള്ളതാണ്. കുടുംബം പിന്നീട് മാധ്യമങ്ങളും പോലീസും അടക്കം ബന്ധപ്പെട്ടപ്പോൾ ആ മൂത്ത സഹോദരൻ ചെന്നൈയിലല്ല, പകരം ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകൻ എന്ന് പറയുന്ന വ്യക്തി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇത്തരത്തിൽ അവ്യക്തത അവർ പറഞ്ഞു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പെൺകുട്ടി ഇന്നലെ വീഡിയോ കോളിലൂടെ സംസാരിച്ചപ്പോഴൊക്കെ ഈ കുടുംബം മർദ്ദിച്ചത് കൊണ്ടാണ്, അച്ഛനും അമ്മയും തന്നെ ഉപദ്രവിച്ചുകൊണ്ടാണ് നാടുവിട്ട് പോയത് എന്ന് വ്യക്തമാക്കിയിരുന്നു. അച്ഛൻ ചോദിച്ചപ്പോഴും ആ കുട്ടി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിരന്തരമായി ഇത്തരത്തിൽ ശാരീരികമായി കുട്ടിയെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ, അതോ പെട്ടെന്നുണ്ടായിരുന്ന പ്രകോപനത്തിൽ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ ശാരീരികമായിട്ടുള്ള തല്ലോ ചെറിയ പിണക്കങ്ങളോ ആണോ വീട് വിട്ട് ഇറങ്ങാൻ ഉണ്ടായ കാരണം എന്നതിൽ പോലീസ് ഒരു വ്യക്തത
വ്യക്തത വരുത്താൻ ഇരിക്കുകയാണ്. അതൊക്കെ ഈ കുട്ടിയിൽ നിന്നും കൗൺസിലിംഗിലൂടെയും അല്ലാതെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ. നിലവിൽ എന്തായാലും കുട്ടി സുരക്ഷിതയാണ് എന്നുള്ളതാണ്. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. ഇന്നലെ 37 മണിക്കൂറിന് ശേഷം ഈ പെൺകുട്ടിയെ കണ്ടെത്തുമ്പോഴും ഇതിന് കാര്യമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതിന്റെ അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലാത്തതിന്റെ ക്ഷീണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസും RPF ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മലയാളി സമാജം ത്തിന്റെ പ്രവർത്തകരാണ് ഇന്നലെ വിശാഖപട്ടണത്ത് നിന്നും താമ്പാരം എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന ഉറങ്ങിക്കിടന്ന, അതായത് നിർത്തിൽ ഉറങ്ങിക്കിടന്ന നിലയിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ കാണപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്തി സുരക്ഷിതമായി RPF-നെ ഏൽപ്പിക്കുകയും RPF അത് പിന്നീട് ആന്ധ്ര പോലീസിലേക്കും ഇപ്പോൾ ചൈൽഡ് ലൈനിലേക്കും ഒക്കെ ഈ കാര്യങ്ങൾ എത്തിയത് സമയോചിതമായ ഇടപെടൽ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഏറെ മണിക്കൂർ പോലീസിനെയും ഒപ്പം തന്നെ മാധ്യമങ്ങളെയും കുടുംബത്തെയും ഒക്കെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ പെൺകുട്ടി ഇപ്പോൾ എന്തായാലും സുരക്ഷിതയായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് കുടുംബം. പെൺകുട്ടി തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ അസാമിലേക്ക് തിരികെ മടങ്ങുമെന്നുള്ളതാണ് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുള്ളത്. വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അസം സ്വദേശിയായി പെൺകുട്ടി കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീട്ടിലുണ്ടായ ചെറിയ വാക്കുതർക്കത്തിന്റെയും ഒപ്പം തന്നെ ചെറിയ രീതിയിലുള്ള പിണക്കത്തിന്റെയും ഒക്കെ ഭാഗമായി പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും വളരെ തുച്ഛമായ പണം കൊണ്ടാണ് ഈ കുട്ടി യാത്ര ചെയ്തത്. അതെന്തായാലും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ തിരികെ എത്തുന്നു എന്നുള്ളൊരു ആശ്വാസത്തിൽ, സന്തോഷത്തിലും വൈകാരികവുമായി തന്നെയാണ് ഈ കുടുംബവും പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ അല്ലെങ്കിൽ വൈകിട്ടോട് കൂടിയ പോലീസ് സംഘം ഇവിടുന്ന് പോയിട്ടുള്ള കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്ത് എത്തും. അവിടെ എത്തിയതിനു ശേഷം നിയമ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ നാളെ വൈകിട്ടോട് കൂടിയോ അല്ലെങ്കിൽ മറ്റന്നാൾ പുലർച്ചയോട് കൂടിയോ പെൺകുട്ടിയെ തലസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യും. അനു. ശരി ശാലിനി.